അപ്പോസ്തലപ്രവൃത്തി 12:4 മുതൽ വായിക്കാം. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ 4 സേവകർ ഉള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. മതി, ഒരു നിമിഷം കണ്ടടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ തിരുവചനത്തിനെ തൃക്കരങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവെ, ഈ വചനം സംസാരിക്കുകയാണെങ്കിൽ ജ്ഞാനവും പരിജ്ഞാനം നിറങ്ങണം. അവിടുത്തെ രക്തത്താൽ ശുദ്ധീകരണം വിഘ്നമായ മോശയുടെ നാവോട് കൂടെ ഇരിക്കണം. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ തടസ്സത്തെ ഞാൻ ശാസിക്കുന്നു, ഭർഷിച്ച് മാറ്റുന്നു. അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണം. ഈ ശബ്ദം കേൾക്കുന്ന കർത്താവെ, ഇന്ന് മീഡിയയിലൂടെ, മന്ന ടി വിയിലൂടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെ കേൾക്കുന്ന സകലവർക്കും ഇതൊരു വലിയ വിടുതലായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മുമ്പിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ ഓർത്ത് അവിടുത്തെ കാര്യം സമർപ്പിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേൽ ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കണം. ഈ ശബ്ദം കേൾക്കുന്ന, ഇന്ന് കാണുന്ന, ടി വിയിലൂടെ കാണുന്നവർ സകലവരും, ചാനലിലൂടെ കാണുന്ന എല്ലാവർക്കും അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ ഇടവരുത്തണം. ഈ വചനത്തിൻ്റെ ആഴങ്ങളിൽ വെളിപ്പെട്ട് വരണം. ഏത് ആത്മാവിലാണോ എഴുതപ്പെടുക, അതേ ആത്മാവിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെട്ട് വരത്തക്കണം ദൈവം സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ താഴ്ത്തുന്നു. അവിടുന്ന് സംസാരിച്ചാലും യേശു ക്രിസ്തുനാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ 5-ാമത്തെ വാക്യം പറഞ്ഞു, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോട് അവന് വേണ്ടി പ്രാർത്ഥന കഴിച്ചു പോന്നു. എന്നാൽ പത്രോസ് ഇപ്പോൾ എവിടെയാ? തടവിലാണ്. നമുക്ക് നോക്കാം, അതിൻ്റെ ഒന്ന് നമുക്ക് വായിക്കാം. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. നോക്കിക്കോളാം, അക്കാലത്ത് ഹെരോദാവ് ഭരിക്കുന്ന സമയം, ആ ആണ്ടിൽ സഭയിലെ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. ഒരു വ്യക്തിയെ അന്നത്തെ കാലഘട്ടങ്ങളിൽ സഭയിൽ ചെല്ലുന്ന ഒരു വ്യക്തിയെ, ആ കൂട്ടത്തിൽ നിന്നും ഒരു വ്യക്തിയെ നിഗ്രഹിച്ചു, കൊന്നുകളഞ്ഞു. എന്നാൽ അത് യഹൂദന്മാർക്ക് പ്രസാദമായി കൊണ്ടവർ പത്രോസിനെ വീണ്ടും അത് നല്ലത് കണ്ടിട്ട് വീണ്ടും ഒരാളെ കൊന്നിട്ട് പോലും ആമേ അടങ്ങിയിരുന്നില്ല. വീണ്ടും അടുത്ത ആളെ പിടിക്കുവാൻ വേണ്ടി ആമേ ഹല്ലേലൂയ, അടുത്ത ആരെ പിടിക്കുന്നു? യാക്കോബിനെ പിടിച്ച് കൊന്ന ശേഷം അടുത്ത് പിടിക്കുന്നത് പത്രോസിൻ്റെ മേൽ കൈവരുകയാണ്. ഒന്നിനെ തട്ടിയെടുത്ത കൂട്ടത്തിൽ നിന്നും ഇന്ന് വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ശ്രദ്ധയോടിരിക്കണം. നിന്റെ കൂട്ടത്തിൽ നിന്നും ഒന്നിനെ തൊട്ടാൽ നീ മിണ്ടാതിരിക്കരുത്. അടുത്ത കണ്ണ് നിന്റെ മേലാ വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നിനെ പിടിച്ചാൽ, ഒന്നിനെ പോയാൽ, ആമേ, ഒരു കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ ശത്രു കണ്ണ് വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മനസ്സിലാവുന്നവർക്കായി സ്തോത്രം, ആത്മഭാരമുള്ളവർക്കായി സ്തോത്രം, ശക്തിയോടെ കരം അടിച്ചൊരു ദൈവ സാന്നിധ്യത്തോടെ വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു കൂട്ടത്തിൽ നിന്നും ഒന്നിനെ പിടിച്ചപ്പോ ആമേ ഹല്ലേലൂയ, അത് പിടിക്കണം മാത്രമല്ല കൊന്നുകളഞ്ഞു. അടുത്ത കണ്ണ് അടുത്ത ആരിലെ മേൽ പതിഞ്ഞു? പത്രോസിന്റെ മേൽ പതിച്ചു. എന്നാൽ ഈ പത്രോസിനെ പിടിച്ചവരെ കൊണ്ടുപോയി. അടുത്ത് എന്തിനാ കൊണ്ടുവന്ന്? കൊല്ലുവാൻ. ദൈവത്തിലെ കൂട്ടത്തിൽ നിന്നും ഒരു വ്യക്തിക്ക് ഒരു അനർത്ഥം വന്നു കഴിഞ്ഞാൽ അടുത്ത അനർത്ഥം വരുന്ന മുമ്പേ നീ പ്രാർത്ഥിച്ചോളണം. ഒരു കഷ്ടത വന്നിട്ടല്ല, കഷ്ടത വരുന്ന മുമ്പേ ഉണർന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് ഇവിടെ ഒരു പ്രശ്നം ഇവിടെ അല്ല, അങ്ങ് ഇന്ത്യ വെളിയിലാണ്, അതിർത്തിയിലാണ് ഒരു പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അത് അതിർത്തിയിലല്ലയോ, അല്ലെങ്കിൽ ചൈനയിലല്ലേ പ്രശ്നം, അല്ലെ അമേരിക്കയിലെ പ്രശ്നം. അതിന്ന് കണ്ണടച്ച് തുറക്കുന്ന മുമ്പേ കേരളത്തിൽ വരും. സെക്കൻഡുകൾ വേണ്ട, കണ്ണടച്ച് തുറക്കുന്ന മുമ്പേ അത് സംഭവിക്കുക. പക്ഷേ അത് വരും മുമ്പേ നമ്മൾ ഉണർന്ന് പ്രാർത്ഥിച്ചേ പറ്റൂ. അതിനു മുമ്പേ ഉണർന്ന് പ്രാർത്ഥിക്കണം. കൂട്ടത്തിൽ ഒന്നിനെ തൊട്ടാൽ, ആമേ, നിന്റെ കൂട്ടത്തിലുള്ളത് അല്ലെങ്കിൽ കുടുംബത്തിനകത്തിന് ഒരു അനർത്ഥം വന്നു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കാൻ പാടില്ല. അതിനു മുമ്പേ നമ്മൾ കയറി ചെയ്യണം. തൻ്റെ മക്കളെല്ലാം രക്തക്കോട്ടയില് യേശുവിന്റെ കരങ്ങളിൽ കൊടുത്ത് രക്തം കൊണ്ട് മുദ്രയിട്ടിരിക്കണം.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ കരങ്ങൾ കൊട്, നിന്റെ കുടുംബത്തെ ദൈവകരങ്ങൾ കൊട്, നിന്റെ സഭയെ ദൈവകരങ്ങൾ കൊട്, നിന്റെ കൂട്ടായ്മയെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊട്, നീ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ദൈവകരങ്ങൾ കൊട്, നിന്റെ സുഹൃത്തുക്കളെ ദൈവകരങ്ങൾ കൊടുക്ക്. ഒരനർത്ഥം വരുവാൻ പോകുന്നുണ്ട്, ഒരനർത്ഥം വരാൻ പോകുന്നുണ്ട്. ഓ, ദൈവ സഭയോട് വിളിച്ചു പറയുന്നു, ഒരനർത്ഥം വരും മുമ്പേ നീ എല്ലാവരെയും ദൈവകരങ്ങൾ കൊടുക്ക്. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ എത്രത്തോളം ജാഗ്രതയോടെ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നമ്മുടെ ഈ 2025 ഈ നൂറ്റാണ്ടുകളിൽ കടന്നു പോകുമ്പോൾ സഭ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എന്നാൽ മറ്റൊരാളൊരു കഷ്ടത വരുമ്പോൾ നമുക്ക് എന്തെന്ന് പറഞ്ഞ് നമ്മൾ പോകണ്ട, കണ്ണടച്ച് നമ്മൾ പോകരുത്. ദൈവ പൈതല്, നാളെ നമ്മുടെ കൂട്ടത്ത് നിൽക്കുന്ന വ്യക്തിക്കായിരിക്കാം ഒരു കഷ്ടത വരുന്നത്. ഒന്നിനെ തകർത്താലും അടുത്ത് വീണ്ടും തകർക്കുവാൻ വേണ്ടി ശത്രു കണ്ണ് വയ്ക്കുന്നത്. അടുത്ത് പത്രോസിനെ പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞ് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭവിച്ചു. എന്നാൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയതുകൊണ്ടും അവനെ പിടിച്ച ശേഷം പെസഹ കഴിച്ചിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭവിച്ചു. എന്നാൽ തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവറുള്ള 4 കൂട്ടത്തെ പത്രോസിനെ അന്നത്തെ ഹെരോദാവ് 4 കൂട്ടത്തിന് മേൽ ചേവറിനെ ഏൽപ്പിച്ചു. പക്ഷേ പത്രോസിനെ പിടിച്ച സമയം സഭ യാക്കോബിനെ പിടിച്ചു. എന്നാൽ സഭ മിണ്ടാതിരുന്നു. പക്ഷേ പത്രോസിനെ പിടിച്ചപ്പോ സഭ മിണ്ടാതിരുന്നില്ല, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ യാക്കോബിനെ പിടിച്ചപ്പോ മിണ്ടിയില്ല. ഒന്ന് പോയി അടുത്ത് നമ്മളെ പത്രോസിനെ കണ്ണു വന്നിരിക്കുന്നത്. പത്രോസിനെ പിടിച്ച് തടവിലാക്കിയ സമയത്ത് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധയുണ്ടായിരിക്കണം. നിങ്ങൾ 1 മണിക്കൂറാണ് പ്രാർത്ഥിക്കുന്നത്, ജാഗ്രതയോടെ പ്രാർത്ഥിക്കണം. ആത്മന്നുവെച്ചാൽ ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനയ ദൈവത്തിൻ്റെ സന്നിധിയിൽ. എന്നാൽ ശ്രദ്ധയോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ ശ്രദ്ധയൊക്കെ നമ്മൾ വെളിയിലോട്ടൊക്കെ ആയിരിക്കും. ആരെങ്കിലും വന്ന് വിളിക്കുന്നുണ്ടോ? ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫോൺ ഒന്ന് ചലിക്കുന്നുണ്ടോ. എല്ലാ ശ്രദ്ധയും ഫോണിനകത്താണ്. ഇപ്പം ആരെയും വിളിക്കട്ടെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നത് ഫോൺ അടിച്ചാൽ എടുത്തൊരു ഒറ്റ ഓട്ടമാണ്. ശ്രദ്ധ എവിടെയാണ്? ഫോണിനകത്തും വേറെ എവിടെയെങ്കിലൊക്കെ ആണ്. ഇന്ന് അതാണ് വിടുതലില്ലാത്തത്. നിന്റെ ശ്രദ്ധയില്ലാത്ത പ്രാർത്ഥനയാണ് ഇന്ന് വിടുതലില്ലാത്ത കാരണമെന്ന് വചനം വിളിച്ചു പറയുന്നുണ്ട്. നീ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന ജാഗ്രതയോടെ പ്രാർത്ഥിക്കും. ഇന്ന് നിങ്ങളെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള എരിവ് പറയുക. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ഞാനും പ്രാർത്ഥിക്കുന്നു, അങ്ങനെയല്ല. പ്രാർത്ഥനയ്ക്കൊരു വ്യത്യാസമുണ്ട്. നിങ്ങളെ വിഷയത്തിന് മറുപടി കിട്ടാത്തതിന് നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണല്ലോ. പള്ളിയിൽ പോകുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ചില വിഷയങ്ങൾ വൈകാൻ കാരണം അത് ശ്രദ്ധക്കുറവാണ്. എന്നുവെച്ചാൽ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം. നിങ്ങൾ അരമണിക്കൂറാണ് പ്രാർത്ഥിക്കുന്നത്, വീട്ടിൽ അരമണിക്കൂറാണ് പ്രാർത്ഥിക്കുന്നത്, അല്ല 1 മണിക്കൂറാണ് പ്രാർത്ഥിക്കുന്നത്. അത് ആ ഹൃദയത്തെ പൂർണ്ണമായി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഫോണിനൊന്ന് സൈലന്റ് ചെയ്യണം, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യണം. പലപ്പോഴും പറഞ്ഞ് എല്ലാ സഭകളിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് പറഞ്ഞ നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ്. എല്ലാ വലിയ പള്ളി, ചെറിയ പള്ളി മുതൽ വലിയ പള്ളി വരെ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് മലയാളത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, ചിലയിടത്ത് ഇംഗ്ലീഷാണ്. അപ്പോൾ വെച്ച മലയാളിയിൽ പറയും ഞങ്ങൾക്ക് മലയാളം അറിഞ്ഞൂടാ. ഇംഗ്ലീഷിലാണ് എഴുതി വെച്ചിരുന്നെങ്കിൽ അറിയാമായിരുന്നു. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ മലയാളി പറയും ഞങ്ങൾക്ക് മലയാളമേ അറിയാവൂ, ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. ഇതെല്ലാ കുറ്റവും സഭാ പാസ്റ്റർമാർക്കാണ്. ഹല്ലേലൂയ. അവർക്ക് മലയാളം വായിക്കാൻ പറയും മലയാളം മീഡിയമല്ല പഠിച്ചത്, ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. പറയുമ്പോൾ വിചാരിക്കും ഹല്ലേലൂയ അത് കേൾക്കാനും പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരണമെങ്കിൽ ചിലതൊക്കെ നമ്മളൊന്ന് ഒരുക്കണം. ഇരിക്കുന്ന സ്ഥലം ഒന്ന് ഒരുങ്ങണം. നിങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ആദ്യം നിങ്ങൾ പൂർണ്ണമായിട്ട് എല്ലാം ഒരുക്കണം. അല്ല പകുതി മനസ്സ് അവിടെയും പകുതി മനസ്സ് ഇവിടെ ആയി പോകരുത്. ഹല്ലേലൂയ. അടുപ്പിൽ നിന്ന് കൂട്ടാനും തീയും ഗ്യാസും കത്തിച്ച് വെച്ചും കൊണ്ട് പ്രാർത്ഥിക്കാതിരുന്ന ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കാനും പോകും, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉപ്പിടാനും പോകും. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധയൊക്കെ എവിടെയാണ്? കിച്ചണിലോട്ടാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇല്ലേ സുഹൃത്തുക്കളെ? ഇല്ലേ ദൈവമക്കൾ? അങ്ങനെ ഇല്ലേ? ആണ്. പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിയെ മൊത്തം അടുക്കളയിൽ അങ്ങോട്ട് ഇടുക.
ഞാൻ പറയണ ആ വ്യക്തി അങ്ങോട്ട് അടുക്കളയ്ക്ക് ഇട്ടയ്ക്ക് കിച്ചണിൽ കിടക്കട്ടെ, അവരെല്ലാം കഴിഞ്ഞിട്ട് വരുന്നേ നല്ലത്. പകുതി ഒരു കാൽ ഇവിടെയും പകുതി ഒരു കാൽ അവിടെയും ആയിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു അനുഭവത്തിലേക്ക് പോകും. ഇന്ന് ഞാനിവിടെ വിളിച്ച് വചനം പറയുന്നു, ഇന്ന് ഇതിനകത്തൊരു വിടുതൽ നമുക്ക് നടക്കണം. ഇന്ന് ഇതിനകത്തൊരു അത്ഭുതം നടക്കണം. എത്ര വിശ്വസിക്കുന്നു? എൻ്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം സംഭവിക്കണം, ഒരു വിടുതൽ എടുക്കണം. ഇന്നൊരു വിടുതൽ കൊണ്ടേ പോകാവൂ. ഇന്ന് ദൈവമക്കളെ കേൾക്കുന്നവരോട് പറയാ, ഇതിനകത്തൊരു അത്ഭുതം കണ്ടേ പോകാവൂ. നിന്റെ അവസ്ഥയ്ക്ക് ഇന്ന് മാറ്റം വരണം. ഇന്ന് ആത്മാർത്ഥമായി ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ വിഷയത്തിന് മറുപടി വരണം. അത് സഭയുടെ ഉത്തരവാദിത്തമാണ്. സഭയുടെ ഉത്തരവാദിത്തം എന്താണ്? ദൈവ മക്കൾക്ക് വിടുതൽ എടുത്ത് കൊടുക്കുക. ഇവിടെ വരുന്ന പ്രാർത്ഥിക്കുന്നവർ, അല്ലെ ചാനലിലൂടെ കേൾക്കുന്നവർ, അപ്പൊ ഇന്ന് പല വിദൂരങ്ങളായിരിക്കുന്നവർക്ക് ഒരു വിടുതൽ എടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? സഭയ്ക്കാണ്. അത് പാസ്റ്ററിന് മാത്രമല്ല, നമ്മൾ എല്ലാവർക്കും ഉത്തരവാദിത്തമാണ്. അല്ല പാസ്റ്റർ ഉപവസിച്ചോ പ്രാർത്ഥിച്ചോ ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചിട്ട് വരാം എന്നല്ല, ഒരു ഉത്തരവാദിത്തം നമുക്ക് ഒരുമിച്ച് വേണം. സഭ ശ്രദ്ധയോടെ ഇരുന്ന് ഒരു വിഷയം വന്ന, സഭയുടെ വിഷയം വന്ന, കുടുംബത്തിനകത്തൊരു വിഷയം വന്ന, അത് നമ്മുടെ വിഷയമാണ് ദൈവമക്കളെ. എന്നുവെച്ചാൽ സഭയ്ക്കകത്ത് ഇതിനകത്ത് ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പാസ്റ്ററിന്റെ മാത്രമല്ല, അത് നമ്മളെല്ലാവരെയും വിഷയമാണ്. കാരണം ഒരു കുടത്തിനകത്ത് നിറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഒരു തുള്ളി അഴുക്ക് വീണ് കഴിഞ്ഞാൽ ഇതാർക്കും കുടിക്കാൻ പറ്റൂല. അപ്പോൾ സകലതും ചീത്തയായി പോകും. പക്ഷെ വിഷയം സകലതും വിഷയം ഒന്നായതുകൊണ്ട് ഇന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ യേശു ഉള്ളത് കൊണ്ട് എല്ലാവരുടെ വിഷയം ഒന്നായി തീരാൻ പോകുകയാണ്. നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ഒരു മറുപടിക്ക് വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു യാഗാഗ്രത വേണ്ടി, ഒരു മനസ്സിന് വേണ്ടി ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ആദ്യം പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന മുമ്പേ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഒരു സീക്രട്ട് കാര്യം. കർത്താവേ, എനിക്കൊരു യാഗാഗ്രത കിട്ടണം. നിങ്ങൾ ചോദിക്കേ, അപ്പാ ഒരു യാഗാഗ്രത കിട്ടണം, എനിക്ക് പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക. ആ സമയത്ത് കൊച്ചിന് പാൽ കൊടുക്കാളെല്ലാം പാൽ കൊടുത്തോളണം, നേരത്തെ ബിസ്ക്കറ്റ് കൊടുക്കണം, കൊച്ചു നേരത്തെ ബിസ്ക്കറ്റ് കൊടുത്തോളണം. ഇതിനിടയ്ക്ക് വന്ന് തട്ടയും മുട്ടയും അടുപ്പിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇരുത്തേണ്ടടുത്ത് ഇരുത്തണം. വളരെ നമ്മൾ ഒരുങ്ങി എല്ലാം അതിനുവേണ്ടി തയ്യാറായി ഒരുക്കത്തോടെ ഇന്ന് ഒരുമിച്ച് സഭ, എന്നുവെച്ചാൽ ദൈവ മക്കളായിരിക്കും നമ്മളെല്ലാവരും ചേർന്നാണ് സഭ ഒരുമിച്ചിരിക്കുമെങ്കിൽ ഇന്ന് നമ്മുടെ ഹല്ലേലൂയ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിനെ ആര് കൊണ്ടുപോയി? ഹെരോദാവ് ആൾക്കാർ തടവിലേക്ക് കൊണ്ടുപോയി എന്തിനാണ്? ഉറക്കാനാണോ? അല്ല ഉണ്ണാനാണോ? ഉണ്ണിക്കാനാണോ? അല്ല, കൊല്ലാൻ വേണ്ടി. എന്നുവെച്ചാൽ ആ സമയം ഒരാളെ നമ്മളെ കൂട്ടത്തിൽ നിന്ന് ശത്രു അപഹരിച്ചു. അടുത്ത രണ്ടാമത്തെ ആള് പത്രോസ് എന്ന വ്യക്തിയെ വീണ്ടും കൊല്ലുവാൻ വേണ്ടി തടവിലാക്കിയപ്പോ ഇന്ന് നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഇന്നലെ വരെ പ്രാർത്ഥിച്ചതുപോലെ അല്ല. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയുടെ ലെവലുകൾ മാറണം, പ്രാർത്ഥന അവസ്ഥയ്ക്ക് മാറ്റം വരണം. ഇന്ന് നിങ്ങളുടെ മനസ്സിന്റെ മേൽ, ഉള്ളത്തിന്റെ മേൽ പ്രവർത്തിക്കത്തക്ക വണ്ണം ഇന്ന് ദൈവ സന്നിധിയില് ഹൃദയങ്ങൾ തുറക്കത്തക്ക വണ്ണം ഇന്ന് ദൈവ സന്നിധിയില് ഇന്ന് നമുക്ക് എത്രത്തോളം ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ പകരാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. കൈ പിടിച്ച് പറ, പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധയോടെ കൈ പ്രാർത്ഥിക്കണം. ഇനി പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധയോടെ, അല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ല പുറത്തോട്ടൊക്കെ ഓടുന്നത്. പാസ്റ്ററിലൂടെ നല്ല ആത്മാവിൽ തീയിലൂടെ നിൽക്കുകയാണ്, അപ്പോഴാണ് വേറെ എന്തൊക്കെ തോന്നി പുറത്തോട്ടൊക്കെ പോകുന്നത്. ശ്രദ്ധ മാറിപ്പോകരുത്, ശ്രദ്ധ മാറിപ്പോകരുത്. വിഷയത്തിന് മറുപടി വരത്തില്ല. ഇന്ന് നമ്മളെ വിഷയത്തിന് മറുപടി ആകണമെങ്കിൽ, ഇതിനകത്തൊരു മറുപടി വരണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധയുണ്ടായിരിക്കണം. എന്നുവെച്ചാൽ ഏകാഗ്രതയോടെ ആയിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ഇന്ന് നമ്മൾ എങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, നമ്മളും പ്രാർത്ഥിക്കുന്നു, എല്ലാവരും കൈയടിക്കുന്നു, ഞാനും കൈയടിക്കുന്നു, എല്ലാവരും ചാടുന്നു, ഞാനും ചാടുന്നു, എല്ലാവരും ഹല്ലേലൂയ വിളിക്കുന്നു, ഞാനും ഹല്ലേലൂയ വിളിക്കുന്നു. അങ്ങനത്തെ ആരാധനയല്ല നമ്മുടെ ആരാധന. ഹൃദയങ്ങൾ തുറന്ന് ദൈവസന്നിധിയിൽ ഇന്ന് ഹൃദയങ്ങളെ തുറന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ദൈവസന്നിധിയിൽ എത്രത്തോളം പ്രാർത്ഥിച്ചോ അത്രത്തോളം പ്രാർത്ഥിക്കുക. ഇന്ന് ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടൊന്ന് പ്രാർത്ഥിക്കണം.
പ്രാർത്ഥിക്കണമെന്ന് ആത്മാവ് നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഈ സഭയോട് വിളിച്ചു പറയുന്നു, ചാനലോട് വിളിച്ചു പറയുന്നു. നിങ്ങൾ ഇന്ന് മുതൽ പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന സമയം വളരെ ഒരുങ്ങി ഒന്ന് രാത്രിയുടെ സമയങ്ങളൊക്കെ ആണെങ്കിൽ മുഖമൊക്കെ ഒന്ന് കഴുകി, ഞാൻ പറയാറുണ്ട്, ഒരു ചൂടുവെള്ളമൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂടൊക്കെ കൊടുക്കണം. ഹല്ലേലൂയ. ഇത് തൊണ്ടയ്ക്കൊക്കെ ചൂടുവെള്ളമൊക്കെ കൊടുത്ത് ആമേ ഹല്ലേലൂയ. ആ സമയത്ത് കുറച്ച് കടലയും കപ്പലിനെയും കൊണ്ട് വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ ഉത്സവപ്പറമ്പിലല്ല ഇരിക്കുന്നത്, പ്രാർത്ഥനയ്ക്കാണ്ടിയാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നല്ല മനസ്സൊക്കെ മുഖമെല്ലാം കഴുകി നല്ല നീറ്റാക്കി ഒരു നേരത്തെ അഡ്വാൻസ് ആയിട്ട് പ്രാർത്ഥിക്കണം. എനിക്കിന്ന് നല്ല ആത്മാർത്ഥമായി ഇന്ന് പ്രാർത്ഥിക്കണം ദൈവസന്നിധിയിൽ. ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങി നോക്ക്. ഇന്ന് മുതൽ ഇന്നലെ വരെയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങ് പോട്ടെ. ഇന്നലെ വരെ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയം പോട്ടെ. ദൈവമക്കളെ, ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ പ്രഭാതം വിടുതലായിത്തീരുന്നുണ്ട്. അതിന് ഒരു മാറ്റവുമില്ല. പ്രഭാതം നിന്റെ വാതിക്കൽ മറുപടിയായിട്ട് നിൽക്കും. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ, ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. ഇന്ന് നിങ്ങൾ ആത്മാർത്ഥതയോടെ ശ്രദ്ധയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ, ഇന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം, ഇന്ന് ശ്രദ്ധയോടെ നിങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വിഷയം പ്രഭാതത്തിന് മറുപടിയായിട്ട് വാതിക്കൽ അപ്പുറത്ത് നിൽക്കുമെന്നല്ല, നിന്നെ വാതിൽ തുറക്കുമ്പോൾ മറുപടിയായിട്ട് ഫ്രണ്ട് നിൽക്കും. അതാ ദൈവം തരാൻ പോകുന്നത്. ഹല്ലേലൂയ. പത്രോസ് വാതിൽക്ക് നിന്നതുപോലെ ദൈവം നിങ്ങളുടെ മറുപടിയായിട്ട്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നുണ്ട്. ഇത് 5-ാം മാസമാണ്. ഇനി നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല, ഇനി മാറ്റിവെക്കാൻ സമയമില്ല. അതുകൊണ്ട് നമ്മൾ ഉണരേണ്ട സമയമാണ്. ഉണരേണ്ട സമയത്ത് ഉണർന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഉണർന്ന് പ്രാർത്ഥിക്കണം. ഉണർന്ന് ആമേ ഉറക്കത്തേക്കൊന്ന് മാറ്റിവെക്കേ. ആ സമയത്ത് നിങ്ങൾ വിഷയം ഒന്ന് ചിന്തിക്കണം. നാളെ എൻ്റെ കുഞ്ഞ് പരീക്ഷ എഴുതാൻ പോകുകയാ, നാളെ എനിക്ക് ബാങ്കിലോട്ട് വലിയ ഡീലിംഗ് നടക്കണം, അല്ലെങ്കിൽ എനിക്ക് നാളെ ഒരുപാട് പേര് മുമ്പിൽ നിൽക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഒരുപാട് പേര് നാളെ കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടതാണ്, നാളെ ഒരു യാത്ര എനിക്ക് പോകണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. അല്ലെങ്കിൽ എൻ്റെ വിഷയത്തിന് മേൽ മറുപടി വേണം, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ മറുപടി വരണം. നിങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ, എന്നാൽ മറുപടി ഇല്ലാതായി പോകുന്നത് ശ്രദ്ധയില്ലാത്ത പ്രാർത്ഥനയാണ്, അലസ്യമായ പ്രാർത്ഥനയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ഞാനും പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് ഒരു ചടങ്ങായി തീരരുത്. നിന്റെ പ്രാർത്ഥന ഒരു ചടങ്ങായി തീരരുത്. പ്രാർത്ഥനയ്ക്കൊരു ഗൗരവമുണ്ടായിരിക്കണം, അതിനർത്ഥമുണ്ടായിരിക്കണം, അതിനകത്ത് കണ്ണുനീരുണ്ടായിരിക്കണം, അതിനകത്ത് നിലവിളി ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്ക് അത് എന്തുണ്ടായിരിക്കണം? ഒരു നിലവിളി ഉണ്ടാവണം ദൈവമക്കളെ, അതിനകത്തൊരു കണ്ണുനീരുണ്ടാവണം. ഇന്ന് രണ്ടും ഉള്ളത് കൊണ്ടാ ഇന്ന് ദൈവം മൈക്ക് പിടിച്ച് നിങ്ങളുടെ മുമ്പിൽ എന്നെ നിർത്തിയത്. ഹല്ലേലൂയ. ഇത് രണ്ടും അർദ്ധരാത്രികളിൽ ഒരു മരിച്ച വീട്ടില് എത്രമാത്രം നിലവിളിക്കുമോ ആ നിലവിളിയുടെ മധ്യേ ഇറങ്ങി വന്നൊരു സാന്നിധ്യമുണ്ട്. അത് കർത്താവ് യേശു. സ്വർഗം തുറക്കുന്ന സമയത്ത് നീ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ ഭവനത്തിനകത്ത് സ്വർഗം ഇറങ്ങി വന്നിരിക്കും. സ്വീകരിക്കേ. ഞാനത് ചെയ്യും, ഞാനത് ചെയ്യും കർത്താവേ, ചെയ്യും. ചില ശാപങ്ങൾ പൊട്ടി മാറണം. നിങ്ങളുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയിൽ ചില ശാപങ്ങൾ പൊട്ടി മാറണം. ഇന്ന് എല്ലാവർക്കും പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒന്ന്, കടഭാരം ഒരു ശാപമാണ്. ഒന്ന്, അടുത്ത് രോഗങ്ങൾ, അല്ലെ, മാറിയുള്ള രോഗങ്ങളും പ്രയാസം വന്നു കഴിഞ്ഞാൽ അവസാനം വീണു പോകും. നമ്മൾ മറ്റുള്ളവർ തലകുനിക്കുന്നതിന് തുല്യമാണ്. ഒരു കടഭാരം ഒരു ശാപമാണ്, രോഗങ്ങൾ ഒരു ശാപമാണ്. എന്നാൽ പിന്നെ എല്ലാം നമ്മൾ സറണ്ടർ ആകുകയാണ്. അത് വരാതിരിക്കുവാൻ, വീണു പോകാതിരിക്കുവാൻ നമ്മൾ നമുക്ക് വേണ്ടി ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കണം. ചിലർ പറയും, ഞങ്ങളെല്ലാ കാര്യവും കഴിഞ്ഞു, മോളെ കെട്ടിച്ചു, മോൻ പെണ്ണ് കെട്ടി, കുഞ്ഞുങ്ങളായി, ഞങ്ങൾ ഹാപ്പിയാണ്, ഇനി പ്രാർത്ഥിക്കണ്ട, ഇനി കാര്യം നീട്ടിരുന്ന് തിന്നാ. ഹല്ലേലൂയ. പോരാ മക്കളെ, പോരാ അമ്മമാരെ, പോരാ. ഇനിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇനി നമ്മുടെ കാലുകൾ വേഗത കൂടണം, നമ്മുടെ കാലുകൾക്ക് വേഗത കൂടണം. എന്നെ തളർത്തിയിടുവാൻ ഇടവരുത്തല്ലേ. ഹല്ലേലൂയ.
ഇന്ന് ഓടണം. ദൈവം യുദ്ധക്കളത്തിൽ കുതിരകൾ പായുന്നത് പോലെ നിങ്ങളുടെ കാലുകൾക്ക് എന്തുണ്ടാവണം? വേഗത ഉണ്ടാവണം. വേഗത. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പം നല്ല ആരോഗ്യമൊക്കെ ഉണ്ടെന്നേ, ഇപ്പം നല്ല ആരോഗ്യമുണ്ട്, ശരീരസുഖമുണ്ട്, സമാധാനം എല്ലാം ഉണ്ട്. പക്ഷേ ഇത് ക്ഷയിക്കുന്ന ഒരു സമയമുണ്ട്. അതാണ് നല്ല സമയത്ത്, നല്ല ആരോഗ്യമുള്ള സമയത്ത് നല്ല പോലെ ദൈവത്തെ ഒന്ന് സ്തുതിക്കേ. ഇപ്പം നാവൊക്കെ എടുത്ത് ദൈവത്തെ സ്തുതിക്കാനും പറ്റും, ആരാധിക്കാൻ പറ്റും, നല്ല പോലെ കൈയടിക്കാൻ എല്ലാം പറ്റും. പക്ഷെ ഇതെല്ലാം അവസാനിക്കുന്ന ഒരു ദിവസം വരുമ്പോൾ അന്ന് ദൈവത്തെ ആരാധിക്കാൻ ശ്രമിക്കുമ്പോൾ കൈ അനങ്ങൂല, കാലനങ്ങൂല, നാവ് അനങ്ങൂല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പം പലത് ചലിക്കുന്നുണ്ട്. ഇത് പ്രയോജനപ്പെടുത്ത്, ഒന്ന് പ്രയോജനപ്പെടുത്തേണ്ട സമയത്ത് പ്രയോജനപ്പെടുത്ത്. എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഒരു കഷ്ടത വരുന്നുമ്പേ, ഒരു പ്രശ്നം വരുന്നുമ്പേ നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇവിടെ ഈ ഒരു കഷ്ടത വരുന്നുമ്പേ നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് എവിടെയാ? തടവിലാണ്. ഇന്ന് എവിടെ കിടക്കുന്നു? തടവിലാണ്. തടവിൽ സൂക്ഷിക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രാർത്ഥിച്ചു കൊണ്ടുപോകുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ച് തീർന്ന് വീട്ടിൽ പോയില്ല, പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അടുത്ത 5 പേര് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഒരു ഭാവനയെ പറയാം, ഒരു 10 പേര് പ്രാർത്ഥിക്കുകയാണ്. അവർ ഒരു സെഷൻ അങ്ങോട്ട് പോകുമ്പോൾ അടുത്ത് 10 പേര് കയറും. മനസ്സിലാവുന്നുണ്ടോ? അല്ല, എല്ലാവരും കൂട്ടത്തോടെ ചാവടിക്കാൻ അങ്ങ് പോയില്ല, കൂട്ടത്തോടെ ഇറങ്ങി അങ്ങോട്ട് പോയില്ല. അടുത്ത ഒരു 10 അല്ലെങ്കിൽ 50 പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത 50 പേര് വീണ്ടും മടുക്കുമ്പോൾ അടുത്ത 50 പേര് കയറും. എന്നുവെച്ചാൽ ദൈവത്തിന് സ്വസ്ഥത കൊടുക്കരുത്. പ്രാർത്ഥനയിൽ ദൈവത്തിന് സ്വസ്ഥത കൊടുക്കരുത്. നിങ്ങളൊരു മൽപ്പിടുത്തം പോലെ പിടിക്കണം. ഹല്ലേലൂയ. യാക്കോബ് പിടിച്ചതുപോലെ പ്രാർത്ഥനയ്ക്കൊരു മൽപ്പിടുത്തം വേണം. ദൈവമക്കളെ, അധ്വാനിക്കാതെ ഒന്നും നേടാൻ പറ്റത്തില്ല. ഇന്ന് എന്തെങ്കിലും അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ പ്രാർത്ഥന എന്നൊരു അധ്വാനമാണ്. ഹല്ലേലൂയ. അതിന് ഒരു തടസ്സമൊന്നും കാണരുത്. അതിന് വലിയ പ്രശ്നം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഹല്ലേലൂയ ഒരു സിനിമ കാണാൻ വെളുക്കുന്നേരം ഇരുന്ന് കാണാം, അല്ലേ? സീരിയലാണെങ്കിൽ കൃത്യസമയം ഓടിയെത്തും, അല്ലെ? മറക്കത്തില്ല. ഇപ്പൊ പ്രാർത്ഥികളിൽ എല്ലാവരും വീട്ടിലും ഞങ്ങൾ സീരിയലിൽ അടിമപ്പെട്ടിരിക്കുന്നു, സിനിമയിൽ അടിമപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം രഹസ്യത്തിലൂടെ യാതൊരു വിശ്വാസി അടിയിൽ കൂടെ കൊണ്ടുവച്ച് സിനിമ കാണാം. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ അവരിന്ന് കഷ്ടത്തിലൂടെ പോകുന്നത്, പ്രശ്നത്തിലൂടെ പോകുന്നത്. പക്ഷെ ഇത് കാണല്ലെന്ന് ഞാൻ പറയത്തില്ല. ഇതെല്ലാം കണ്ട് കയറിയവനാണ് ഞാൻ. കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു കഥാപാത്രം ഇങ്ങനെ നമ്മളെ മുമ്പിൽ നിൽക്കും. പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അനുഭവത്തോടെ പറയുക, നമ്മളിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാണലെന്നല്ല, വിരോധമല്ല, സീരിയലിനോ സിനിമക്കാരനോ വിരോധമല്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നവന് ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ മനസ്സിനകത്ത് ഇതെല്ലാം ക്ലിക്കാവും. പക്ഷെ ബൈബിളൊന്ന് വായിക്കട്ടെ, പെട്ടെന്നൊന്നും ക്ലിക്കാവില്ല. പ്രാർത്ഥിക്കട്ടെ, പെട്ടെന്നൊന്നും ക്ലിക്കാവില്ല. ഈ ലോകത്തിൻ്റെ ഭൗതികം എല്ലാം പെട്ടെന്ന് ക്ലിക്കാവും. മനസ്സിനകത്ത് ഇത് തന്നെ തെവിട്ടിക്കൊണ്ടിരിക്കും. അവൾക്ക് എന്ത് സംഭവിക്കുമോ? ഇന്നലെ ചാനൽ പറഞ്ഞിട്ട് ഒരു സീരിയലിൽ ഒരു ഗർഭം അലസിപ്പോയി കഴിഞ്ഞാൽ എല്ലാത്തിലും അലസിപ്പോക്കാണെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മൊത്തത്തിൽ ആ ചിന്തയും വേവലാതെയും, എന്താണ് നീ കഴിക്കാത്തത്? അതിനവർക്ക് എന്തു സംഭവിച്ചു? കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളാ. ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്നവരെ വീട്ടിൽ ഹല്ലേലൂയ ഇതൊക്കെ ഒന്ന് മാറ്റിവെക്ക്. നിനക്ക് ശ്രദ്ധയോടെ പിടിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് ജീവിതം മാറണമെങ്കിൽ ഇന്ന് അതിനൊരു വിരാമം കുറിക്കണം. ഹല്ലേലൂയ. ഇന്ന് നാമേ ഹല്ലേലൂയ ജഡത്തിൽ നിങ്ങൾ കാണുന്ന ആഗ്രഹങ്ങളെ ഒന്ന് മാറ്റിവെച്ച് ആത്മമണ്ഡലത്തിലേക്കൊന്ന് പിടിക്കാൻ നോക്ക്. എന്നുവെച്ചാൽ പ്രശ്നം വലുതാണ്. യുദ്ധം, ഇന്ത്യയും പാകിസ്ഥാൻ നടക്കുന്ന യുദ്ധം ചെറുതല്ല, വലുതാണ്. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാൻ പറ്റും. ദൈവമക്കളെ, അവിടെ നിങ്ങൾ പറയും അതൊത്തിരി ദൂരേലി പാസ്റ്റർ നടക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സഹോദരങ്ങളാണ് യുദ്ധം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യണം. ഇന്നൊരു വിജയം ഉറപ്പാണെങ്കിൽ, ഒരു വിടുതൽ വേണമെങ്കിൽ സഭയുടെ പ്രാർത്ഥന. ഇന്ത്യക്ക് വേണ്ടി നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. ഇന്ത്യക്ക് ഇന്നു മുതൽ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതിരിക്കുവാൻ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് നിങ്ങൾ ഞാൻ സഭയോട് ആഹ്വാനം ചെയ്യാണ്, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കണം. ചിലർ പറയും യുദ്ധം തീർന്നാലും, പക്ഷെ ഇത് അവസാനിക്കുന്നില്ല. ഇവിടെ കൂടെയൊക്കെ ശത്രു നുഴഞ്ഞ് കയറുന്നുണ്ട്. പ്രശ്നങ്ങൾ നമ്മുടെ കൺമുമ്പിലാണ്. എന്നാൽ അടുത്ത് ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിലായിരുന്നു. എന്നാൽ 2 പടയാളികളുടെ നടുവിലായിരുന്നു പത്രോസ്.
എന്നാൽ ജനത്തിന് തലേദിവസം നിർത്തണം. രാത്രിയിൽ ചങ്ങല, 2 ചങ്ങലകൾ ബന്ധിക്കപ്പെട്ടാലും ചങ്ങല മാത്രമല്ല പടയാളികളും ഉണ്ടായിരുന്നു. അവരെ നടുവിൽ ആര് ഒന്ന് ഉറങ്ങുകയായിരുന്നു? പത്രോസ് സുഖമായിട്ട് ഉറങ്ങുകയായിരുന്നു. ആമേ, കൊല്ലാൻ കൊണ്ടിടുന്ന പത്രോസിന് നല്ലപോലെ അറിയാം, പിറ്റേന്ന് തല വെട്ടും. പത്രോസ് അത് ചിന്തിച്ചില്ല. എന്തായാലും കൊല്ലുമെന്നുള്ളതറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ശത്രു എത്ര ബലവാനായാലും പ്രൈസ് ദി ഹല്ലേലൂയ. പത്രോസിനറിയാം, ഞാൻ ചെയ്യുന്നത് ആമേ സാധാരണക്കാരന്റെ വേലയല്ല, സ്വർഗത്തിന്റെ വേലയാണ്. പത്രോസ് ആരെ വേലയാ ചെയ്യുന്നത്? കർത്താവിന്റെ വേലയാ ചെയ്യുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആമേ വേല ചെയ്യുന്നതിന് നല്ല ഉറപ്പുണ്ട്. ഇന്ന് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ദൈവമക്കളെ, നിങ്ങൾ പ്രശ്നങ്ങൾ സുവിശേഷ മുഖാന്തരം എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ പഞ്ചാബിൽ മിഷണറിമാരുണ്ട്, ഹരിയാനയിലുണ്ട്. ഇന്നലെ ഹരിയാനയിൽ വിളിച്ചു. പക്ഷേ അവിടെ എല്ലാം യുദ്ധത്തിൻ്റെ ഭയങ്കര അലാറമാണ്. അതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ എപ്പോഴും അവിടെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു രാത്രി ഉറങ്ങാൻ മൊത്തം അവിടെ അടച്ചിരിക്കുകയാണ്. കടകൾ മൊത്തം വെളിയിറങ്ങാൻ പറ്റുന്നില്ല. സാധനങ്ങൾ ഒറ്റ ദിവസങ്ങൾ ഡബിൾ വിലയായി. ആമേ ഹല്ലേലൂയ. അപ്പോൾ ഇനി പാസ്റ്റർ ഇങ്ങോട്ട് വിളിച്ചു. പക്ഷേ പഞ്ചാബിൽ ഞാൻ വിളിച്ചില്ല, അങ്ങോട്ട് വിളിച്ചില്ല. പഞ്ചാബിൽ പ്രശ്നം കൂടുതലാണ്, സ്കൂളൊക്കെ അടച്ചു, കോളേജൊക്കെ അടച്ചു. പക്ഷെ ഞാൻ വിളിക്കാത്ത കാര്യം ചോദിക്കും, പാസ്റ്റർ ഇത്രയ്ക്ക് കണ്ണി ചോരയില്ലാതായി പോയില്ലേ? പക്ഷെ എൻ്റെ ഹൃദയത്തിനകത്ത് അറിയാം, ഞങ്ങളുടെ ദേവദാസന്മാർ ചെയ്യുന്നത് കർത്താവ് യേശുവിൻ്റെ വേല ചെയ്യുന്നത്. എനിക്ക് നല്ലൊരു ഭാരമുണ്ട്. എൻ്റെ ദൈവം തൻ്റെ ഭക്തന്മാരെ സൂക്ഷിക്കും. എവിടെ മിഷണറിമാരായി വേല ചെയ്യുന്നുണ്ടോ അവിടെ സൂക്ഷിക്കുവാൻ തൻ്റെ ദൂതന്മാരും ഉണ്ട്. അത് എനിക്ക് ടെൻഷനില്ല. അവർ തിന്നെന്നോ കുടിച്ചെന്നോ എവിടെയാണെന്ന് ഞാൻ വിളിച്ച് ചോദിച്ചതില്ല. ഇല്ല, എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്, അപ്പൻ്റെ കരം അവിടെ കൂടെ ഉണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരം മറവായിട്ടുണ്ട്. അപ്പോൾ 2 ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ, ഒന്നല്ല 2 ചങ്ങല, 2 പടയാളികൾ അതിൻ്റെ നടുവിലാ. അതാ പറയുന്നത്, അപ്പുറവും ഇപ്പുറവും നിനക്ക് തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടതും വലതും തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ, ഇതാ ഒരു അനർത്ഥം വരുന്നുണ്ട്. ഇടതോട്ട് പോകാൻ പറ്റുന്നില്ല, വലത്തോട്ട് പോകാൻ പറ്റുന്നില്ല. ഇന്ന് ജീവിതം അടഞ്ഞുപോയവരോട് വിളിച്ചു പറയാൻ പോവുകയാണ്. നിങ്ങളെ ജീവിതങ്ങൾ അടഞ്ഞുപോയോ? ഇടതോട്ട് പ്രശ്നം, വലത്തോട്ട് പ്രശ്നം അല്ലേ? എന്നാൽ കയ്യിൽ മാത്രമല്ല ചങ്ങല, കാലിൽ ചങ്ങലയുണ്ട്. അവിടെ എന്താണ്? പടയാളികളുമുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവര് എന്നുവെച്ചാൽ പുറത്തിറങ്ങിയ പ്രശ്നം, അകത്ത് കയറിയാലും പ്രശ്നം. അങ്ങനെയുള്ളവരുണ്ട്. വീട്ടിനകത്ത് കയറുമ്പോഴും പ്രശ്നമുണ്ട്, പുറത്തിറങ്ങുമ്പോഴും പ്രശ്നമുണ്ട്. ഹല്ലേലൂയ. അകത്തും ചങ്ങല, പുറത്തും ചങ്ങല. അങ്ങനെ ഉള്ളവർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങ് ചാനലിലൂടെ കേൾക്കുന്നവരുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് ഒരു വിടുതൽ എന്ന് വരാൻ പോകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് അകത്തും പ്രശ്നം, പുറത്തും പ്രശ്നം. ആ പ്രശ്നത്തെ ദൈവം എടുത്ത് മാറ്റാൻ പോവുകയാണ്. അങ്ങനെ ഉള്ളവർ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ 2 ചങ്ങല ബന്ധിക്കപ്പെട്ടവനായി പടയാളിയുടെ നടുവില്, എന്നാൽ അകത്തും പുറത്തും പ്രശ്നമാകുമ്പോൾ പത്രോസ് സുഖമായിട്ട് കിടന്നു ഉറങ്ങി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അകത്ത് പ്രശ്നം, പുറത്തും പ്രശ്നം അങ്ങനെ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ വിളിച്ച് ചോദിക്കുകയാണ്, മുമ്പിലോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, ഇന്നലെ രാത്രി ഉറങ്ങിയോ? ഇല്ല പാസ്റ്റേ, ഞാൻ ഒരു മിനിറ്റ് പോലും ഉറങ്ങിയില്ല. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് 2 പ്രശ്നവും മുമ്പിൽ കിടക്കുമ്പോൾ, പടയാളികളുടെ നടുവിലും ചങ്ങല ബന്ധിക്കപ്പെട്ടവനായി കിടക്കുന്ന അവസ്ഥയിലും പത്രോസ് സുഖമായിട്ട് ഉറങ്ങി? പലർക്കും ഉറക്കമില്ല. ചിലരൊക്കെ രാത്രി കിടക്കാൻ പോയി കഴിഞ്ഞാൽ ആദ്യം മുറിഞ്ഞ ഭാരതോട്ട് ചിന്തിക്കും. ഇവർ ചിന്തിച്ച് അവസാനം നോർത്ത് ഇന്ത്യ വരെ കയറും. അങ്ങനെ വരുമ്പോൾ ഇവർ വീട്ടിൽ എത്തുമ്പോൾ നേരം വെളുക്കും. മനസ്സിലാവുന്നുണ്ടോ? മുറിഞ്ഞ ഭാരതം ചിന്തിച്ചിട്ട് ഇവർ നേരെ കേരളമൊക്കെ സഞ്ചരിക്കുക, കന്യാകുമാരി കാസർഗോഡ് വരെ പോകും. പോയിട്ട് നേരെ നോർത്ത് ഇന്ത്യക്ക് അടിക്കും, പറ്റുമെങ്കിൽ വിദേശത്തൊന്ന് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവർ വീട്ടിനകത്ത് വാതിലൊക്കെ തുറക്കുമല്ലോ, ആ സമയം കോഴി കൂവും. പറയും, ഇനി മതി കിടന്നതൊക്കെ നമുക്ക് ചാടി പോവാം. ഉറങ്ങണമായിരുന്നുണ്ട്. പ്രൈസ് ദി ഹല്ലേലൂയ. പകലാണ് ഉറക്കം. ഉറങ്ങല് പ്രൈസ് ദി ഹല്ലേലൂയ. പക്ഷേ
പ്രശ്നമുള്ള സമയത്തും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പ്രശ്നമുള്ള സമയത്തും പത്രോസിന് എങ്ങനെ ഉറങ്ങാൻ പറ്റി? പ്രശ്നമുള്ള സമയത്ത് ഇവിടെ പത്രോസ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, നാളെ 1,00,000 രൂപ നാളെ രാവിലെ കൊടുക്കണം, അല്ലെങ്കിൽ അവൾ വന്നാൽ അവൻ വന്ന് ഒതുക്കും അല്ലേ എന്ന് പറയാൻ നിങ്ങൾ ഉറങ്ങുമോ? ഉറങ്ങത്തില്ല. അല്ല, അത് പോട്ടെ, ഒതുക്കണ കാര്യം നമ്മൾ ഒതുക്കി അങ്ങ് തീർക്കാം. നാളെ ഒരു ആശുപത്രിയിൽ പോവുകയാണ്, ഡോക്ടർ വേറെ സാധാരണ ആശുപത്രി പറഞ്ഞു ഇവിടെ തീരത്തില്ല, നാളെ മെഡിക്കൽ കോളേജിൽ പോയി സ്കാനിങ് ചെയ്യണം. ഉറങ്ങത്തില്ല. അല്ല, വേണ്ടപ്പെട്ട ഒരു വ്യക്തി, നിങ്ങളെ കുടുംബത്തിന് വേണ്ടപ്പെട്ട വ്യക്തി, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലായിക്കോട്ടെ, നിങ്ങളെ പറയില്ല, എൻ്റെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഒരു കഷ്ടത വന്നു, ഒരു അനർത്ഥം, അപകടം എന്തെങ്കിലും വന്നെന്ന് വെച്ചു, ഉറങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല. ഉറക്കം കിട്ടത്തില്ല. നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും മനസ്സിങ്ങനെ നീറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സ് വേദനയുടെ നടുവിലാണ് കിടക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ചിന്തിച്ചും നമ്മുടെ വിഷയം നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇതിനകത്തൊരു കാര്യം പറയട്ടെ, പത്രോസിൻ്റെ വിഷയം പത്രോസ് ചിന്തിച്ചില്ല. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. പത്രോസിൻ്റെ വിഷയം പത്രോസ് ചിന്തിച്ചോ? പത്രോസ് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പത്രോസ് ഉറങ്ങത്തില്ല. ഇന്ന് നിങ്ങൾ ഉറങ്ങാത്ത കാര്യം, ഇന്ന് ഉറക്കം തിരിച്ചു പിടിക്കണം. ഉറക്കത്തെ തിരിച്ചു പിടിക്കണം. ഒരു മനുഷ്യന് ഉറക്കം ആവശ്യമാണ്. ആ പള്ളിയിൽ നിന്ന് ഉറങ്ങല്. അപ്പോൾ നിങ്ങൾ ഉറങ്ങാത്ത കാര്യം നിങ്ങളുടെ വിഷയം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ്. അല്പവചനം ചിന്തിച്ച് പഠിച്ചു പോകാം. മനസ്സിലാവുന്നു? ഇന്ന് ദൈവമക്കളെ, നിങ്ങൾ ഉറങ്ങാത്ത കാര്യം നിങ്ങളുടെ വിഷയത്തെ നിങ്ങൾ വലുതായിട്ട് കാണുന്നുണ്ട്. നാളെ ജീവിക്കുമോ? ആദ്യം ചിന്തിക്കുന്നതാണ്, നാളെ ജീവിച്ചിരിക്കുമോ, നാളെ എന്തെങ്കിലും സംഭവിക്കുമോ? എല്ലാം എൻ്റെ തലയിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. വീട്ടിലുള്ളവരൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. എല്ലാം എൻ്റെത്. എന്തൊരു ഗതികേട്, ഞാൻ തന്നെ സഹിക്കണം. പിന്നെ എന്തൊക്കെ ചിന്തിക്കണം, രാവിലെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് ചിന്തകളാണ്. മക്കളെക്കുറിച്ച് ചിന്ത, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നവരെയും ആ ടെൻഷനാണ്. കല്യാണം കഴിച്ചു, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ കിട്ടിയില്ലെങ്കിൽ അതിനും ടെൻഷനാണ്. സ്വാഭാവികമായൊരു കാര്യമാണ്. കല്യാണം കഴിച്ചു വിടുന്നവരെയും കല്യാണം കഴിച്ചു വിട്ടില്ല ഭയങ്കര ടെൻഷനാണ്. കല്യാണം കഴിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ കിട്ടാൻ വൈകി, ആ ഒരു ചിന്ത. കുഞ്ഞുങ്ങളെ കിട്ടിയ ശേഷം ആ കുഞ്ഞിനെ പഠിപ്പിക്കണം, ആ ചിന്ത. പിന്നെ അത് കഴിയുമ്പോൾ പറയും അതിനെങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിച്ചു വിടണം എനിക്ക്. ഇതിങ്ങനെ മാറി 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 ഒന്ന് മാറി. പത്രോസ് ഇവിടെ നോക്ക്. പത്രോസിനറിയാം, എൻ്റെ കൂടെ ഉള്ള ഒരു വ്യക്തിയെ തലവെട്ടി, എന്നെയും തലവെട്ടും, അതിന് ഒരു സംശയമില്ല. പക്ഷേ ഞാൻ ആയിരിക്കുന്നത് ശത്രുവിൻ്റെ പാളയത്തിലാണ്. പത്രോസ് കിടന്നുറങ്ങുന്ന പത്രോസിൻ്റെ വീട്ടിൽ പോലും അല്ല. ഞാൻ ചോദിച്ചു, നമ്മളെ വീട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? ചില എൻ്റെ കൂട്ടത്തിക്കുന്നവർ പറയാറുണ്ട്, പാസ്റ്ററേ എൻ്റെ വീട് മാറിക്കഴിഞ്ഞാൽ ഉറക്കം വരാൻ പറ്റത്തില്ല, എനിക്ക് ഉറക്കം കിട്ടത്തേയില്ല. പത്രോസിനെ കണ്ടുപടി. വീട് മാറിയാലും കൂട് മാറിയാലും ഉറങ്ങേണ്ട സമയത്ത് നല്ലപോലെ ഉറങ്ങി. കാര്യം എന്തെന്നറിയാമോ? ഇതിനകത്തൊരു മർമ്മമുണ്ട്. ഇതിനകത്ത് ഒരു മർമ്മമുണ്ട്. നിങ്ങൾ ഉറങ്ങേണ്ട ടൈമിൽ, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ ഉറങ്ങേണ്ട സമയമാകുമ്പോൾ കൃത്യമായിട്ട് ഉറങ്ങണം. കാരണം നമ്മൾ ഉറക്കത്തിൻ്റെ മധ്യേ ടെൻഷൻപ്പെടാൻ നാളത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കരുത്. നാളെ എന്ത് തിന്നും, എന്ത് ഉടുക്കും, നാളെ എന്താണ് ചിന്തിക്കുന്നവരുണ്ട്. നാളെ ചെന്ന് അയ്യോ ഇനിയിപ്പോൾ അരിയില്ല, അതില്ല, ഇതില്ല, ഒരുപാട് ചിന്തിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. നിന്റെ വിഷയത്തിൻ്റെ മേൽ, നിന്റെ ചിന്തയ്ക്കകത്ത്, നിന്റെ പാത്രത്തിനകത്ത് വേവുന്ന ആഹാരത്തിന് ഉപരിയായിട്ട് നിറയ്ക്കുന്ന ഒരു ദൈവത്തെക്കാണ്. നിന്റെ വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിക്കുന്ന ഒരു യേശുവിനെ നീ കാണണം. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായി ഞാനും നീയും
ചിന്തിക്കുന്നതിനപ്പുറമായി പ്രവർത്തിക്കുവാൻ ആർക്ക് പറ്റും? ഒരു യേശുവിന് പറ്റും. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സേവിക്കുന്ന ദൈവം സാധാരണ ദൈവമൊന്നുമല്ല അല്ലേ? ഞാനും നീയും സേവിക്കുന്ന ദൈവം സാധാരണ ദൈവമൊന്നുമല്ല. അസാധ്യമായ ഒരു ദൈവത്തെയാ സേവിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മഹത്വം അറിഞ്ഞ് നീ ആരാധിച്ചോളണം, ദൈവത്തിൻ്റെ മഹത്വം അറിഞ്ഞ് ജീവിക്കണം. ആമേ, ഹല്ലേലൂയ. മറ്റുള്ളവർ പറയുന്നത് കേട്ടും മറ്റുള്ളവർ കേൾക്കുന്ന വിഷമവും ആമേ മറ്റുള്ളവർ കൊടുക്കുന്ന വാങ്ങുന്ന നോക്കി ജീവിക്കുകയെ ചെയ്യരുത്. നമുക്കൊരു കൃപ തന്നിട്ടുണ്ട്. ഏത് കാര്യമായാലും, ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ, ഈ ലോകത്തിൽ മറ്റുള്ളവരെ നോക്കിയല്ല ജീവിക്കേണ്ടത്, ലോകത്തെ ജയിച്ച യേശുവിനെ നോക്കി ജീവിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. അവരെ വീട് പോലല്ല, എല്ലാത്തിനും വ്യത്യാസം വേണം. മറ്റുള്ളവരെ നോക്കി നമ്മൾ ഹല്ലേലൂയ എന്ത് പറയും, ഇപ്പം നാട്ടുകാരെന്ത് പറയും എന്ന് നോക്കരുത്. ഇവിടെ നാട്ടുകാരെ കൂട്ടുകാരെ നോക്കിയാണ് ജീവിക്കേണ്ടത്. ഇന്ന് എല്ലാവർക്കും നാട്ടുകാരെ വേണം. നാട്ടുകാർ വേണ്ടെന്ന് പറയത്തില്ല. അവരൊക്കെ വന്ന് ഉള്ളതും കഴിച്ചിട്ട് അങ്ങ് പോകേയുള്ളൂ. വേണമെങ്കിൽ 10 കുറ്റവും പറഞ്ഞിട്ട് പോകും. അവരെയാണോ നിങ്ങൾ വലുതായിട്ട് കാണുന്നത്? നിങ്ങളെ സമൂഹത്തെയാണോ വലുതായിട്ട് കാണുന്നത്? പക്ഷെ എല്ലാ കാര്യം തന്നെയാണ്, അവർ ഒന്നേ വരുന്ന കുറ്റം പറയാനായിരിക്കും വരുന്നത്. നാട്ടുകാർ വരുന്ന കൂടുതൽ കുറ്റം കണ്ടുപിടിക്കാം. അവർ നോക്കും ഇവിടെ എന്തൊക്കെ കുറവുണ്ട്, ഏതൊക്കെ ഉണ്ട്. ഒരവസരം കിട്ടിയാൽ കൃത്യമായിട്ട് പാട്ടാക്കും. പക്ഷെ അവർക്ക് വേണ്ടി നീ 1-ാം സ്ഥാനം കൊടുക്കാതെ നിന്റെ വിഷയത്തെ നീ മാറ്റിവെച്ച് അവരോട് ഷെയർ. നാട്ടുകാരോട്, ആരെങ്കിലും നാട്ടുകാരെ കിട്ടുമ്പോൾ വിടിച്ചേർത്തിയോട് പറയണം, ചേച്ചി ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ, അവിടെയൊക്കെ ആയിരുന്നു. അവസാനം പറയും, ഒരു 5000 രൂപ തരാണ്ട. സംസാരിച്ചിട്ട് പൈസയൊക്കെ പള്ളിയിൽ കൈ അരിഞ്ഞണം, സൂക്ഷിക്കണം. സ്നേഹം നടിക്കുമ്പോഴേ മനസ്സിലാക്കണം കൈ പോക്കറ്റിലോട്ട് വരുന്നുണ്ട്. പ്രൈസ് ദി ഹല്ലേലൂയ. വരാതെ ശ്രദ്ധിച്ചോളണം. നിങ്ങൾ അടുത്തിരിക്കുന്നവരുടെ ആമയെ കൂടുതൽ പരിചയപ്പെട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇത് മതി ആത്മീയം നഷ്ടപ്പെടുവാൻ. അതെല്ലാം കെയർ ചെയ്തോളണം. നിങ്ങളെ സ്നേഹം നടിച്ച് വരുമ്പോൾ മനസ്സിലാക്കണം, കുറുക്കൻ്റെ കണ്ണ് അത് വേണം, എവിടേക്കായാലും അതിൽ വീണ് പോകരുത്. എന്നാൽ ഇവിടെ പത്രോസ് പടയാളിയുടെ നടുവിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. നിങ്ങളുടെ മുമ്പിൽ പത്രോസിനെ വിളിച്ച് നിർത്തി നിങ്ങളൊന്ന് ചോദിക്കുക, പത്രോസ് അച്ചാ എന്തുകൊണ്ട് ആ നടുവിൽ, നീ മരണത്തിൻ്റെ നടുവിലേക്ക് കിടക്കുന്നത്, എന്തുകൊണ്ട് ഉറങ്ങി? ഞങ്ങൾക്ക് മരണമൊന്നും അത്രയൊന്നും വന്നില്ല, ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റണില്ല. ഈ ഉറക്കമില്ലാത്തവരോട് ചോദിക്കുകയാണ്. പത്രോസ് അച്ചാനെ വിളിച്ച് ചോദ്യര്. പത്രോസ് മരണത്തെ മുഖാമുഖം 2 പിറ്റേന്ന് മരണമാണ്. തല സുഖമായിട്ട് വെട്ടും, അതിന് ഒരു മാറ്റവും ഇല്ല. നേരം വെളുത്തു കഴിഞ്ഞാൽ തല വെട്ടും. പക്ഷെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ആ വ്യക്തി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ട്? ആ പത്രോസ് പ്രതികൂലത്തിൻ്റെ മധ്യ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല? ഇന്ന് ഉറക്കമില്ല, പലരുടെയും ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട്. സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് ഉറക്കം പോകുന്നത്. പലരുടെയും സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് ഉറക്കം പോകുന്നത്. ഇന്ന് അത് തിരിച്ചു നീ പിടിക്കണം. നിന്റെ വിഷയത്തെ ദൈവകരങ്ങളിൽ കൊട്. നിന്റെ വിഷയം പറ, അത് യേശുവിൻ്റെ വിഷയം എൻ്റെ വിഷയമായി മാറണം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ വിഷയമല്ല, യേശുവിൻ്റെ വിഷയം നിങ്ങളുടെ വിഷയമായി മാറണം. മനസ്സിലായില്ല. ആർക്ക് മനസ്സിലായി? പിടികിട്ടിയില്ല. എൻ്റെ വിഷയമല്ല, യേശുവിൻ്റെ വിഷയം എൻ്റെ വിഷയമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കേ. നിങ്ങൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും എല്ലാത്തിനും വേണ്ടിയും ജീവിക്കുന്നത്. ഞങ്ങൾ അന്തസ്സാൻ ഞാൻ പറയും, എൻ്റെ യേശുവിന് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ഉടുക്കും, എന്ത് തിന്നും, എന്ത് കൊടുക്കുമെന്ന് ഞങ്ങൾ നാളത്തെ ചിന്തിക്കുന്നില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. പ്രശ്നത്തിന്റെ മധ്യേ പത്രോസ് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ ഇന്ന് ഉറങ്ങാൻ കഴിയാതെ ഈ അനുഭവത്തിലൂടെ പോകുന്ന ഒരുപാട് ദൈവമക്കള് ഇന്ന് തിരുവനന്തപുരത്ത് മാത്രമല്ല പല വിദേശ രാജ്യങ്ങളിലും ഉറക്കം നഷ്ടപ്പെട്ടവരുണ്ട്. ഇന്ന് ഉറക്കം നഷ്ടപ്പെട്ടവരോട് പറയുക, അവിടെ നിന്ന് അല്പം ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉറക്കം നഷ്ടപ്പെട്ടു പോയോ? കടഭാരം കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവരുണ്ടോ? ഉണ്ട്. കടഭാരം കൊണ്ട് ഇതിനകത്ത് ഉറക്കം നഷ്ടപ്പെട്ട ഒരുപാടുണ്ട്. സ്വന്തം ശരീരം രോഗമാണ് എന്ന് പറഞ്ഞ് ഉറങ്ങാത്തവർ ഒരുപാടുണ്ട്. ആമേ, നാളത്തെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടുന്നവർ ഒരുപാടുണ്ട്. ഇതിനകത്ത് 100 പേരുണ്ടെങ്കിൽ 100 പേരും വ്യത്യസ്തമായ ചിന്തയിലായിരിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ചിന്തകളെ മാറ്റണം.
നിങ്ങളെ ചിന്തകളെ മാറ്റണം. എത്ര ലക്ഷമുണ്ടെങ്കിലും എത്ര കോടി ഉണ്ടെങ്കിലും സകലത്തിൻ്റെ മേൽ വിടുതൽ തരുവാൻ യേശുവിന് കഴിയും. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. പ്രശ്നത്തിൻ്റെ മരണത്തിൻ്റെ നടുവിൽ പത്രോസ് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ കിടന്ന് ഉറങ്ങണം. ഞാൻ പറയാം, നിങ്ങളുടെ വിഷയം ആരെ വിഷയമായിട്ട് മാറണം? യേശുവിൻ്റെ വിഷയമായി മാറണം. യേശുവിൻ്റെ വിഷയം നിങ്ങളുടെ വിഷയം. നിങ്ങൾ പറയും എൻ്റെ വിഷയം എനിക്കുള്ളത്, യേശുവിൻ്റെ വിഷയം യേശുവിനുള്ളത് എന്ന് പറയുന്നതാണ് വിടുതൽ നടക്കാത്തത്. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ വിഷയം എനിക്കുള്ളത്, യേശുവിൻ്റെ വിഷയം യേശുവിനുള്ളത് എന്ന് പറഞ്ഞ് നടക്കുന്നതാണ് വിടുതലില്ലാത്തത്. പക്ഷേ ഞാൻ തിരിച്ചു പറയണം, യേശുവിൻ്റെ വിഷയം എൻ്റെ വിഷയമാണ്. ഇന്ന് ആ വിഷയം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിഷയം ആര് ഏറ്റെടുക്കും? യേശു ഏറ്റെടുക്കും. റൂട്ടുകൾ മാറ്റണം, റൂട്ട് മാറ്റണം. അതാ ദൈവ ഇഷ്ടത്തിലേക്ക് നീ തിരിയണം. ദൈവ ഇഷ്ടത്തിലേക്ക് ഒന്ന് തിരിയണം. റൂട്ട് തിരിഞ്ഞിട്ട് ദൈവ ഇഷ്ടം ചെയ്യാ തിരി. ദൈവ ഇഷ്ടം തിരിയാ റൂട്ട് തിരിക്ക്. ഒന്ന് റൂട്ട് തിരിച്ചിട്ട് നീ സകല ചിന്തകളും ആരെ കൈ കൊടുക്കണം? യേശുവിന്റെ കയ്യിൽ മേലിടണം. ഇന്ന് സ്വസ്ഥമായി നിങ്ങൾ ഉറങ്ങാൻ പോകുക. ഞാൻ ഇന്ന് പറ, കർത്താവേ, ഇനി അപ്പൻ പറയുന്നത് പോലെ ദൈവാലോചന ഇല്ലാതെ ഒരു കാര്യവും ചാടി ഇറങ്ങി ചെയ്യരുത്. നിന്നെ ഉയർത്തുക ചെയ്യും. നിന്റെ ഉറക്കം പോകത്തില്ല, ഉറക്കം ഒരിക്കലും പോകത്തില്ല. ഇന്ന് ഉറക്കം ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷയമാണ്. എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർ കേൾക്കുന്നവർക്കൊക്കെ ഒരുപാട് വിഷയമാണ്. മക്കളെക്കുറിച്ച് ഏത് വിഷയമായാലും, കോടികളുടെ വിഷയമായിക്കോട്ടെ, അതിനപ്പുറമായൊരു യേശു നമുക്കുണ്ട്. ഇന്ന് നിന്റെ ചിന്തകളും നിന്റെ ഭാവങ്ങളെല്ലാം ദൈവകരങ്ങളിൽ കൊടുത്ത് വന്നുപോയി. ഞാൻ പറയാം, തെറ്റുകളുണ്ട്, വീഴ്ചകളുണ്ട്. ദൈവാലോചന ഇല്ലാതെ എല്ലാം തെറ്റുകളാണ്. വന്നുപോയ പരാജയങ്ങളെ ഏറ്റു പറഞ്ഞ് ഒന്ന് അനുദപിച്ച് നിന്നെ തന്നെ ഒന്ന് കഴുകി ഒന്ന് ശുദ്ധീകരിച്ച് മാനസാന്തരപ്പെട്ട് യേശുവിനെ സ്വീകരിച്ച് യേശുവിന്റെ കരങ്ങളിൽ കൊടുക്കുമെങ്കിൽ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുകയാണ്. ഇന്നു മുതൽ സ്വസ്ഥമായി നീ കിടന്നുറങ്ങും. നാളെ നിന്നെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ പോറ്റുന്നൊരു ദൈവമുണ്ട്, നിന്റെ കരം പിടിച്ച ദൈവമുണ്ട്. ഈ പത്രോസിനെയാണ് കൈപിടിച്ചത്, അല്ലേ? ഈ പത്രോസ്, ഈ വെള്ളത്തിൽ താഴാൻ പോയ പത്രോസിനെയാ ദൈവ കരം പിടിച്ചത്. നീ ഒരിക്കലും ദൈവത്തെ അറിഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ട്, യേശുവിനെ അറിഞ്ഞിട്ട് മുന്നോട്ട് വന്ന് ഇറങ്ങി നടന്നാൽ നിന്റെ ബന്ധുക്കളും കുടുംബത്തെ എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തും. ഈ ലോകത്ത് അങ്ങനെയാണ്. ഇറങ്ങുന്ന സമയത്ത് സഹോദരങ്ങളൊക്കെ ഒറ്റപ്പെടുത്തും, അവസാനം കളിയാക്കും. ഒരു ബന്ധിക്കോസുകാരി എല്ലാവരും പറയുക, അർത്ഥം അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവ് ഇറങ്ങിയ ദിവസത്തെ ഒരു അറിഞ്ഞൂടാ. ഇതെല്ലാം പറയുമ്പോൾ തീ പോലെ കരഞ്ഞും കൊണ്ട് ഭക്ഷണവും കഴിക്കില്ല, ഉറങ്ങുകയില്ല. ഇതൊക്കെ പറയും, മനസ്സിലാക്കണം. ഇതെല്ലാം ആമേൻ പറയും, സ്വീകരിച്ചോണ്ട് മുന്നോട്ട് പോ. ഇതൊക്കെ പറയുമ്പോൾ മറ്റുള്ളവര് സുവിശേഷം പറയുമ്പോൾ ആമേ പാസ്റ്ററേ ഹല്ലേലൂയ, നമ്മൾ ആമേൻ ഹല്ലേലൂയ കളിയാക്കുന്നിടത്ത് ഉയർത്തുന്ന ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പ്രതികൂലത്തിന്റെ നടുവിലും കഷ്ടയുടെ നടുവിലും തല കുനിക്കേണ്ട അവസ്ഥ വന്നാലും അവിടെയെല്ലാം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് കളിയാക്കുന്നിടത്ത് നിന്നെ തന്നെ നീ താഴ്ത്തിക്കൊട്. പരിഹസിക്കുന്നിടത്ത് ഹല്ലേലൂയ ദൈവ പ്രവർത്തിക്കണം കൊടുക്കണം. നിങ്ങളെ കളിയാക്കുന്നിടത്തും പരിഹസിക്കുന്നിടത്തെല്ലാം ദൈവ പ്രവർത്തിക്ക് വേണ്ടി ഇടം കൊടുക്കണം. പത്രോസ് എങ്ങനെയാ പ്രവർത്തിച്ചത്? പത്രോസ് സുഖമായിട്ട് ഉറങ്ങി. ഞാൻ ചോദിക്കട്ടെ, പത്രോസിന്റെ വിഷയം പോലെ നിങ്ങളെ വിഷയമാണോ? ആണോ? കാരാഗ്രഹത്തിലൊന്നും അല്ലല്ല, 4 നേരം നല്ലല്ല കഴിക്കുന്നുണ്ടല്ലോ. സഹോദരിമാരെ, പത്രോസിന്റെ അവസ്ഥയൊന്നും വന്നില്ലല്ലോ, കാരാഗ്രഹത്തിലൊന്നും അല്ലല്ലോ. ഈ അവസ്ഥ പത്രോസിന് മാത്രമേ വന്നുള്ളൂ. പത്രോസ് അനുഭവിക്കുന്ന ആ വേദനയും പ്രയാസവും പത്രോസിന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എൻ്റെ യേശു അപ്പച്ച അനുഭവിക്കുന്ന വേദന യേശുവിന് മാത്രമേ അറിയാവൂ. ആ ക്രൂശിൽ കിടന്ന് അനുഭവിക്കുന്ന വേദന, 3 ആണിയിൽ തറയ്ക്കപ്പെട്ട് കിടന്ന് ആ ക്രൂശിൽ കിടന്ന് അനുഭവിക്കുന്ന വേദന യേശുവിന് മാത്രമേ അറിയാവൂ. നോക്കിക്കൊണ്ടിരിക്കുന്ന സമൂഹം പറയും വേദന. ചിലർ വേദനയോടെ പറഞ്ഞു, ചിലർ കളിയാക്കി, ചിലർ പരിഹസിച്ചു. പക്ഷേ വേദന അനുഭവിക്കുന്ന അപ്പം പറയും, ഈ കളിയാക്കുന്നവനെ പരിഹസിക്കുന്നതിന് വേണ്ടിയാ സകലതും സഹിച്ചത്. നിന്നെ കളിയാക്കുന്നിടത്തും പരിഹസിക്കുന്നിടത്തും അല്പം നീ ക്ഷമിച്ചു നിന്നാൽ അവർ നിനക്ക് വേണ്ടി നിന്റെ അടുത്ത് വന്നിരുന്ന് ഹല്ലേലൂയ പറയും, നിന്റെ അടുത്ത് വന്നിരുന്ന് സ്തോത്രം പറയും, നിന്റെ അടുത്ത് കൂടെ ഇരുന്ന് നീ ഇടുന്ന പായിൽ വന്നിരുന്നു കൊണ്ട് ആ പായിൽ വന്നിരുന്ന് ഒരുമിച്ച് ആരാധിക്കും. ഇന്ന് സ്വസ്ഥമായി ഉറങ്ങുവാൻ
സമാധാനത്തോടെ കടന്നു പോകുവാൻ നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ഈ യേശുവിന് സമാധാനത്തിൻ്റെ ദൈവമാ നമ്മുടെ ദൈവം. ഈ സമാധാന ദൈവം നിങ്ങളെ വീട്ടിൽ വരണം. ഈ സമാധാന ദൈവം നിങ്ങളെ റൂമിനകത്ത് വരണം. ഈ സമാധാന ദൈവം നിങ്ങൾ ബെഡ്റൂമിനകത്ത് വരണം. ഹല്ലേലൂയ. നിങ്ങൾ ബെഡ്റൂമിനകത്ത് സമാധാന ദൈവം വന്നാൽ സകലതും ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യും. ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുക. ഇന്ന് ആ ഹൃദയത്തെ പൂർണ്ണമായി ഈ ഒരു ചെവിയിലൂടെ കേട്ട്, ഇന്ന് കേട്ട വചനം ഒരു ചെവി കൂടെ കേട്ട് മറിച്ച് ഇവിടെ കളയരുത്. മനസ്സിലായില്ല? മുറുകെ പിടിക്കും. നിങ്ങളുടെ വിഷയം എത്ര മറുപടിയില്ലാത്ത വിഷയമായാലും, പക്ഷേ ദൈവം കാവലായി, ദൈവം നിന്റെ ഭവനത്തിന് മേൽ സംരക്ഷണമായി. നീ ദൈവത്തെ ഏറ്റെടുത്തപ്പോൾ ദൈവം നിന്നെ ഏറ്റെടുത്തിരിക്കുന്നു. മനസ്സിലായോ? നിങ്ങൾ ദൈവത്തെ ഏറ്റെടുത്തപ്പോൾ ദൈവം നിങ്ങളെ ഏറ്റെടുത്തു. പത്രോസ് യേശുവിനെ ഏറ്റെടുത്തപ്പോൾ ആമേൻ ഹല്ലേലൂയ, ദൈവം കർത്താവ് യേശു പത്രോസിനെ ഏറ്റെടുത്തു. ഇന്ന് പരസ്പരം നമ്മൾ ഏറ്റെടുക്കത്തക്കവണ്ണം, നിന്നെയും എന്നെയും ഏറ്റെടുക്കത്തക്കവണ്ണം ഒരു സ്വർഗം നമുക്ക് വേണ്ടി ഉണ്ട്. ആ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട്, നിങ്ങളുടെ വേദനകൾ ഇട്ടുകൊണ്ട്, നിങ്ങളുടെ പ്രയാസങ്ങൾ ഇട്ടുകൊണ്ട്, ഒരു മരണത്തെയാണ് മുഖാമുഖം കാണുന്നുണ്ടെങ്കിലും, രോഗത്തിൻ്റെ മധ്യ ഭാരപ്പെടുന്നുണ്ടെങ്കിലും, ഇന്ന് പറ, യേശുവിന് സൗഖ്യം തരാൻ കഴിയും. നീ വേദനയുടെ നടുവില്ല. ഇന്ന് ഞാൻ പറയുന്ന അല്പ വിടുതൽ മാത്രമല്ല, പരിപൂർണ വിടുതലെടുത്ത് പോകണം. നീ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് നീ നിന്റെ വിഷയം ചിന്തിക്കാതെ മറക്കരുത്. ഇന്ന് നിങ്ങൾ അടുത്ത് യേശുവിനെ വിളിച്ചിരുത്തിയിട്ട് പറയണം, യേശുവേ നീ ഇവിടുന്ന് കുത്തി എന്ന് ചിന്തിച്ചോ, ഞാൻ സുഖമായിട്ട് ഉറങ്ങാൻ പോവുകയാണ്. മനസ്സിലായോ? നിങ്ങൾ സുഖമായിട്ട്, ഞാൻ ചോദിക്കുന്ന ആരൊക്കെ ഉറങ്ങുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ച് തല പുണ്ണാക്കരുതേ. വല്ല രോഗങ്ങളും BP-കളൊക്കെ വിട്ട് സഭയ്ക്കൊരു ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഭയങ്കര നഷ്ടമാണ്. മനസ്സിലായോ? ഇന്നൊരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് സഹിക്കത്തില്ല, ദൈവത്തിന് സഹിക്കത്തില്ല. അതാ കർത്താവ് എന്ന് പറയുന്നത്, നീ ഭാരപ്പെടണ്ട, നിന്റെ ഭാരങ്ങളെ വഹിക്കുന്നവൻ ഒരുവനുണ്ട്. നിങ്ങളുടെ ഭാരങ്ങളെ, നിങ്ങളെ വേദനകളെ, നിങ്ങളെ രോഗങ്ങളെ വഹിക്കുവാൻ അവൻ്റെ അടിപ്പിടാൽ, വചനം ഇങ്ങനെ പറയുന്നു, അവൻ്റെ അടിപ്പിടാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇതിനകത്ത് സൗഖ്യങ്ങൾ വ്യാപരിക്കുന്നുണ്ട്. നിന്റെ വേദനകളെ, നിന്റെ ശരീര രോഗങ്ങളെ, സകലത്തിനുമേൽ ഓ വിടുതൽ വ്യാപരിക്കട്ടെ. ഇന്ന് പറ, കർത്താവേ ഇന്ന് ഈ മക്കൾ സ്വസ്ഥമായി ഉറങ്ങണം. അപ്പ ഇവരെ പ്രശ്നങ്ങൾ മാറിപ്പോണം. ഇവർ ചിന്തിക്കാതെ വരുത്തരുത്. പ്രശ്നങ്ങളെ ഓർത്ത് തൻ്റെ മക്കൾ ചിന്തിച്ച് തല പുണ്ണാക്കാതെ വരുത്തരുത്. കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. കർത്താവേ ഈ മക്കളെ വേണ്ടി, ഈ മക്കളെ ഹൃദയം നീ കാണുന്നല്ലോ അപ്പ. ഇവർ സ്വസ്ഥമായി ഉറങ്ങട്ടെ, ഇവർ സ്വസ്ഥമായി പ്രവർത്തിക്കട്ടെ, സ്വസ്ഥമായി ദൈവത്തെ ആരാധിക്കട്ടെ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഇതിൻ്റെ പിന്നില് പത്രോസ് ഉറങ്ങണമെങ്കിൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഒരു സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വേണം. നിനക്ക് ഉറങ്ങണമെങ്കിൽ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു സഭ വേണം. അതുകൊണ്ട് സഭ മാറി മാറി കയറുന്നവരെ, ഇന്ന് ഈ സഭ അടുത്ത സഭ മാറി മാറി കയറി കഴിഞ്ഞാൽ നിന്റെ ഉറക്കം പോകും. ഒരു സഭയിൽ നീ ഉറച്ചുന്നാൽ നിന്റെ ഉറക്കം നഷ്ടപ്പെടത്തില്ല. ആമേ ഉറങ്ങുവാൻ ദൈവ കൃപ തരും. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു സഭ ഉണർന്ന് പ്രാർത്ഥിക്കും. ഒരു വിടുതൽ കിട്ടുന്നവരെയും ഒരു അത്ഭുതം കാണുന്നവരെയും സഭ പ്രാർത്ഥിക്കുക മാത്രമല്ല ഉപവസിക്കുകയും ചെയ്യും. എനിക്കൊരു അത്ഭുതം കിട്ടണോ, എന്റെ ദൈവ മക്കൾക്ക് ഒരു അത്ഭുതം നടക്കണോ, ഇതിനകത്തൊരു വലിയ വിടുതൽ സംഭവിക്കണോ, ഈ സഭയെ ഒരു വലിയ മറക്കലായി മാറണോ, അത്ഭുതത്തിന്റെ സഭയായി എല്ലാവർക്കും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വിടുതലിന്റെയും അത്ഭുതത്തിന്റെയും കർത്താവേ മഹത്വമായി തീരണം. ഇന്നു മുതൽ സഭയുടെ സ്ഥിതി അങ്ങ് മാറണം. ഒരുപാട് പ്രതികൂലത്തിന്റെ മധ്യയാണ് നിന്നത്. ഒരുപാട് വേദന നടുവിൽ കരഞ്ഞു, നിലവിളിച്ചു, ഒറ്റപ്പെടുത്തി. പലപ്പോഴും കൂടെ നിന്നവരെല്ലാം തള്ളിക്കളഞ്ഞു ഓടിയ അനുഭവങ്ങൾ. പത്രോസിനെ പോലെ പലപ്പോഴും കരഞ്ഞു മാറിയിരുന്ന കരഞ്ഞ അനുഭവങ്ങൾ. കർത്താവ് വേദനിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു. അവിടെ എല്ലാം ചേർത്ത് പിടിച്ചു. ഒരമ്മ ചേർത്ത് പിടിക്കുന്നതിനെക്കാട്ടിലും ഒരപ്പൻ ചേർത്ത് പിടിക്കുന്ന സ്വർഗം ചേർത്ത് പിടിച്ചു. ഇവിടെ വന്നതെന്ന മക്കളെ നീ അനുഗ്രഹിച്ചു. കർത്താവ് അനവധി വരെ ദൈവരാജ്യത്തെ നേടുവാൻ സഹായിച്ചു. വരാൻ പോകുന്ന സ്നാനവും 31 നടക്കുന്ന സ്നാനം ഇതൊരു ഉത്സവ സ്നാനമായി മാറണം. കർത്താവിൻ്റെ കരം ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം
സകല മേഖലകളിൽ ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുമ്പോൾ ഇവരെ ഉറക്കം നഷ്ടപ്പെടുത്തിയ എവിടെയാണോ തൻ്റെ മക്കൾ ഈ ചാനലിലൂടെ കേൾക്കുന്നവരുണ്ട്, വിവിധ ചാനലിലൂടെ കേൾക്കുന്നവരുണ്ട്, എൻ്റെ അടുത്തിരിക്കുന്നവരുണ്ട്. തൻ്റെ മക്കളെ എവിടെ വെച്ച് ഉറക്കം നഷ്ടപ്പെട്ടു പോയോ ആ വിഷയത്തിൻ്റെ മേൽ ഇന്ന് പകൽക്കാലം മറുപടി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എവിടെ വെച്ച് ഉറക്കം നഷ്ടപ്പെട്ടോ ആ വിഷയത്തിൻ്റെ മേൽ ഒരു മറുപടി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. തിരിച്ചു മറുപടി വരട്ടെ, മറുപടി വരട്ടെ, മറുപടി വരട്ടെ. സകലതും അവിടുത്തെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. ദൈവസഭ സ്വസ്ഥമായിരിക്കട്ടെ, സമാധാനത്തായിരിക്കട്ടെ. ഇവർ അത്ഭുതങ്ങൾ കാണട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ അത്ഭുതത്തിന്റെ മറക്കൽ ഇവർ കണ്ണുകൊണ്ട് കാണട്ടെ, ചെവി കൊണ്ട് കേൾക്കട്ടെ. ഈ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വന്നിരിക്കുന്ന ദൈവജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ചാനലിലൂടെ ശ്രമിക്കുന്ന എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിച്ച് ദൈവ പ്രവൃത്തിക്ക് വേണ്ടി അവിടുത്തെ കരങ്ങളിൽ അവിടെ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോകാൻ അടിയങ്ങളെ സഹായിക്കണം. അവിടുത്തെ ഇഷ്ടത്തിന്, അവിടുത്തെ പദ്ധതിക്കായി താഴ്ത്തുന്നു. എല്ലാ മഹത്വവും ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. സകലതും മഹത്വം ദൈവത്തിന് കൊടുക്കുന്നു. തൻ്റെ പ്രസംഗം കേട്ട് വിമർശിക്കുന്നവരുണ്ട് അപ്പച്ച, പലരും പല കുറ്റം പറയുന്നവരുണ്ട് അപ്പ, ദഹിക്കാത്തവരുണ്ട്. അവരെല്ലാവരെയും ദൈവം തൊട്ട് മാനസാന്തരപ്പെടുത്തണം. തൻ്റെ പ്രസംഗം കേട്ടിട്ട് പലർക്ക് ദഹിക്കുന്നില്ല, പലർക്ക് സഹിക്കുന്നില്ല, പലരും കുറ്റം പറയുന്നവരുണ്ട്. അവരൊക്കെ ദൈവം പണിയണോ അപ്പച്ച. നിന്റെ ഞാൻ ഒരു സമയത്ത് കുറ്റം പറഞ്ഞവനാണ് അപ്പച്ച. എന്നെ പിടിച്ച് മയക്കം തന്നിട്ട് ഹല്ലേലൂയ പറഞ്ഞതുപോലെ ഈ കുറ്റം പറയുന്നവരെയും വിമർശിക്കുന്നവരെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ മുമ്പിൽ കൊണ്ടു നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തം അവരിൽ പകരണം, ശുദ്ധീകരിക്കണം, മഹത്വം അങ്ങെടുക്കണം. സകലതും യേശു നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.